ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ്. ഏതാണ് ആ ഭാഗം? നരകാസുര വധം. നരകാസുര വധത്തിനു ശേഷം കൃഷ്ണൻ നരകാസുരൻ തടവിൽ പാർപ്പിച്ചിരുന്ന 16,000 കന്യകമാരെ ദ്വാരകയിലേക്ക് പറഞ്ഞയക്കുന്നു എന്നുള്ള ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ആരൊക്കെയുണ്ട് നരകാസുരന്റെ രാജ്യത്ത്? ഇപ്പോൾ നരകാസുരൻ മരിച്ചു കഴിഞ്ഞു. നരകന്റെ പുത്രനെ രാജ്യത്തിന്റെ പുതിയ രാജാവായി അഭിഷേകം ചെയ്യുന്നു കൃഷ്ണൻ. നരകാസുരനുമായി യുദ്ധം ചെയ്ത ഭാമയും കൃഷ്ണന്റെ കൂടെ ഇപ്പോൾ അവിടെ ഉണ്ട്. നരകാസുരൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന, കവർന്നെടുത്തുകൊണ്ടുവന്ന അതിഥിയുടെ കർണകുണ്ടലങ്ങളും വെൺകൊറ്റക്കുടയും, ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും ഇപ്പോൾ ആരുടെ കൈവശമുണ്ട്? കൃഷ്ണന്റെ കൈവശമുണ്ട്. അങ്ങനെ ഈ 16,000 പെൺകുട്ടികളെ ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചതിനു ശേഷം കൃഷ്ണൻ ഭാമയും ഒരുമിച്ച് എന്തു ചെയ്യുന്നു? കർണകുണ്ടലങ്ങളും വെൺകൊറ്റക്കുടയുമായി നേരെ എവിടേക്ക് പോകുന്നു? ദേവലോകത്തിലേക്ക് പോകുന്നു. അവിടെ എത്തി അതിഥിയെ കാണുന്നു. അതിഥിക്ക് കർണകുണ്ടലങ്ങൾ ദാനം ചെയ്ത് അതിഥി ദേവിയുടെ സങ്കടം പരിഹരിക്കുന്നു. അതിനുശേഷം കൃഷ്ണനും ഭാമയും ആരെ കാണുന്നു? ഇന്ദ്രനെ കാണുന്നു. ഇന്ദ്രനെ കണ്ടിട്ട് ഇന്ദ്രന്റെ വെൺകൊറ്റക്കുട തിരിച്ചു നൽകുന്നു. ഭാമയുണ്ട് കൃഷ്ണന്റെ കൂടെ. അതിസുന്ദരിയും സമർത്ഥയുമാണ് ഭാമ. ഭാമയുടെ സൗന്ദര്യം കണ്ടിട്ട് ദേവവനിതകൾ പോലും അതിശയിക്കുകയാണ്. ഇന്ദ്രാണിയും ഇന്ദ്രമാതാവും കൃഷ്ണന്റെ പത്നിയായ ഭാമയെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. കൃഷ്ണൻ ഒരു ഉപകാരമാണ് ചെയ്തത്. ആ ഉപകാരത്തെ ആദരിച്ചിട്ട് കുറച്ചു കാലം ദേവലോകത്ത് താമസിക്കുവാനായിട്ട് ഇന്ദ്രൻ ക്ഷണിക്കുന്നു. അതിന് സൗകര്യമുണ്ടായിരുന്നില്ല ആ സമയം. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ തിരിച്ചു പോരണമെന്ന് കൃഷ്ണൻ പറയുന്നു. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്ന അവസരത്തിൽ മനോഹരമായ പാരിജാതം, ആ പാരിജാത വൃക്ഷം ആര് കാണുന്നു? ഭാമ കാണുന്നു. ആ പാരിജാത വൃക്ഷത്തിൽ നിറച്ചു പൂക്കളുണ്ട്. വലിയ സുഗന്ധമാണ് ആ പൂക്കൾക്ക്. അങ്ങനെ കുളിർക്കാറ്റിൽ ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹരമായ മരം ആര് കാണുന്നു? ഭാമ കാണുന്നു. ഹരേ കൃഷ്ണ, ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരണം. പാരിജാതം ഇങ്ങനെ നിറച്ച് പൂക്കളൊക്കെ ആയിട്ടിങ്ങനെ പതിയനെ കാറ്റിലിങ്ങനെ ആടി നിൽക്കുന്നു. കൃഷ്ണനും ഭാമയും കാണുന്നു പാരിജാത വൃക്ഷം. തൊട്ടുപുറകില് ധാരാളം ദേവസ്ത്രീകളൊക്കെ നിൽക്കുന്നുണ്ട്. ഭാമ പറയുകയാണ്, അതിമനോഹരമായ വൃക്ഷം, സുഗന്ധം പരത്തുന്ന പൂക്കൾ, നമുക്ക് ഈ മരത്തിൻ്റെ ഒരു കൊമ്പ് ഒടിച്ചുകൊണ്ട് നമ്മുടെ ദ്വാരാവതിയിലേക്ക് പോകാം. സ്വാഭാവികം ഇല്ലേ? നമ്മളെല്ലാവരും പറയുന്നത് പോലെ ഒരു കമ്പ് വേണമെന്ന് ആര് പറയുന്നു? ഭാമ പറയുന്നു. ഭാമയല്ലേ പറഞ്ഞത്? കൃഷ്ണന് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? കൃഷ്ണൻ ഉടനെ തന്നെ അതിൻ്റെ ഒരു കൊമ്പും ഒടിച്ചെടുത്തുകൊണ്ട് മുമ്പോട്ട് നടക്കുന്നു. ശ്രേഷ്ഠമായ രത്നകുണ്ടലങ്ങളും വെൺകൊറ്റക്കുടയും വീണ്ടെടുത്തു തന്ന കൃഷ്ണൻ പാരിജാതത്തിൻ്റെ ഒരു ചെറിയ കൊമ്പൊടിച്ചുകൊണ്ട് പോകുന്നത് ആര് കാണുന്നു? ഇന്ദ്രൻ കാണുന്നു. ഇന്ദ്രന് പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നു. നമ്മളും അങ്ങനെ തന്നെയാണല്ലേ? നമുക്ക് എത്ര വലിയ ഉപകാരം ചെയ്തു തന്ന ആളാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ
നട്ടു പരിപാലിച്ചു പോരുന്ന ഒരു ചെടിയുടെ ഒരു ചെറിയ കൊമ്പോ ഒരു പൂവോ എന്തെങ്കിലും, നമുക്കിനി എത്ര സ്നേഹമുള്ള ആളാണെങ്കിലും അതൊടിച്ചാൽ ഇവിടെയുള്ള പല സ്ത്രീകൾക്കും ദേഷ്യമാണ്. അതുപോലെ തന്നെ ഇന്ദ്രന് ഭയങ്കരമായ ദേഷ്യം വന്നു. അങ്ങനെ ഇന്ദ്രൻ യുദ്ധം ചെയ്യാൻ പോവുകയാണ് കൃഷ്ണനോട്. അങ്ങനെ അഹങ്കാരം കൊണ്ട് നന്ദി കെട്ടവനായി തീർന്നു ഇന്ദ്രൻ. അല്ലയോ ഇന്ദ്ര, അങ്ങ് യുദ്ധം ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ എടുത്ത പാരിജാതത്തിൻ്റെ ഈ ചെറിയ കൊമ്പ് ഞാൻ തിരിച്ചു തന്നേക്കാം. പക്ഷേ ഒരു കാര്യം, ഞാൻ കൊണ്ടുവന്നു തന്ന രത്നകുണ്ഡലവും വെൺകൊറ്റക്കുടയും എനിക്ക് തിരിച്ചു തരണം. അവ മറ്റൊരു സ്ഥലത്തു നിന്നും ഞാൻ കൊണ്ടുവന്നതാണ്. അത് എനിക്ക് അവിടെ തിരിച്ച് ഏൽപ്പിക്കണം എന്ന് കൃഷ്ണൻ ഇന്ദ്രനോട് പറയുന്നു. അത് കേട്ടപ്പോൾ ഇന്ദ്രന് അല്പം ഒരു പരിഭ്രമം ഒക്കെ തോന്നിയെങ്കിലും അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാത്തവനെ പോലെ ഇന്ദ്രൻ യുദ്ധം ചെയ്യാൻ തുടങ്ങുകയാണ്. ആ യുദ്ധത്തിൽ ഇന്ദ്രൻ പരാജിതനായി തീർന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കിരീടം തെറിച്ച് താഴെ വീഴുകയും ചെയ്തു. കിരീടം താഴെ വീണു. അതൊരു അപശകുനമായി ഇന്ദ്രന് തോന്നി. കിരീടം താഴെ വീണ സ്ഥിതിക്ക് തൻ്റെ ഇന്ദ്രപ്പട്ടം നശിച്ചു പോകുമോ എന്ന ഒരു ഭയവും ഇന്ദ്രന് ഉണ്ടാകുന്നു. ഇന്ദ്രന്റെ വിഡ്ഢിത്തവും ഞാൻ എന്ന ഭാവവും അതേസമയം കാളസർപ്പത്തെ പോലെ മനസ്സിൽ ഇഴഞ്ഞു കയറുന്ന ഭയവും എല്ലാം ഭഗവാന് മനസ്സിലാകുന്നു. അത് മനസ്സിലായപ്പോൾ സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാന് ചിരിയാണ് വന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ ഇന്ദ്രനെ കൃഷ്ണൻ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം ഇന്ദ്രൻ ക്ഷമ ചോദിക്കുകയാണ് കൃഷ്ണനോട്. അങ്ങനെ അരവിന്ദ നയനൻ പാരിജാതവും കൊണ്ട് ഭാമയോടൊപ്പം എവിടെ എത്തിച്ചേരുന്നു? ദ്വാരാവതിയിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ഭാമയുടെ ആഗ്രഹത്തിന് അനുസരിച്ചിട്ട് ആ ദിവ്യമായ ആ ചെടി ദേവലോകത്തു നിന്നും ദേവദേവൻ കൊണ്ടുവന്ന് ദ്വാരാവതിയിൽ നടന്നു. തന്മൂലം ആ പാരിജാതം ഭാമയുടെ അന്തഃപുര മണി മാളികയ്ക്ക് അടുത്തു തന്നെ നട്ട് പരിപാലിച്ചു. അതിൽ വിരിയുന്ന പൂക്കളുടെ സൗരഭ്യം 100 യോജന ദൂരെ വരെ അനുഭവിക്കുവാൻ സാധിക്കുമായിരുന്നു. അത്ര സുഗന്ധമായിരുന്നു ആ പൂക്കൾക്ക്. സിമന്തകമണിയുടെ യഥാർത്ഥമായ അവകാശി അത് സത്യഭാമയാണ്. പക്ഷേ ഭാമയ്ക്ക് അത് ലഭിച്ചില്ല. അതിൻ്റെ ഒരു സങ്കടം കൃഷ്ണനുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കൃഷ്ണന് ഭാമയ്ക്ക് ഒരു ഉത്തമമായ ഒരു സമ്മാനം കൊടുക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും ഉത്തമമായ ഈ ഒരു പാരിജാതം എന്ന ഈ ഒരു ചെടി ഭാമയ്ക്കിരിക്കട്ടെ എന്ന് ഭഗവാൻ നിശ്ചയിച്ചത്. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഭഗവാനെ സ്നേഹിച്ച് ഭഗവാന്റെ ദാസനായി അല്ലെങ്കിൽ ദാസിയായി കഴിയുന്ന ഏതൊരാൾക്കും ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട ഒരു കാര്യം നമ്മുടെ കർമ്മഫലം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും വേണ്ട സമയത്ത് ഒരു പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റൊരു സമ്മാനം ഭഗവാൻ നൽകും എന്നുള്ള ഏറ്റവും മഹത്തായ ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതിനുവേണ്ടി നിത്യവും ഭഗവാനെ സ്നേഹിച്ച്
ഇന്നല്ലെങ്കിൽ നാളെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനം നമുക്ക് ഭഗവാൻ നൽകും എന്ന് ചിന്തിച്ച് വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് നൽകുക തന്നെ ചെയ്യും. അങ്ങനെ പ്രാഗ്ജ്യോതിഷത്തിൽ നിന്നും ഐക്യപ്പെട്ട 16,000 പരമഭക്തകളായ കന്യകാമണികൾക്കും 16,000 മന്ദിരങ്ങൾ പ്രത്യേകം കൃഷ്ണൻ നൽകുന്നു. 16,000 കൃഷ്ണരൂപം ധരിച്ച് അവരെ എല്ലാവരെയും ഒരേ സമയം കാരുണ്യവാനായ ഭഗവാൻ പരിഗ്രഹിക്കുകയും ചെയ്തു. ഈ 16,000 കന്യകമാരും പണ്ട് ഒരു രാജാവിൻ്റെ പുത്രികളായിരുന്നു എന്നും പിതാവും ഒരുമിച്ച് അവര് നർമ്മസംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തില് ലോകത്തിൻ്റെ അവസ്ഥ നേരിൽ കണ്ടറിയുന്നതിനായിട്ട് ഒരു ഭിക്ഷക്കാരൻ്റെ വേഷം പൂണ്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന മഹാവിഷ്ണു അവരെ കാണാൻ ഇടയായി എന്നും അദ്ദേഹത്തിൻ്റെ ആ ദിവ്യമായ തേജസ്സിൽ ഭ്രമിച്ച് ആ പെൺകുട്ടികൾ കാമാർത്തിയോടുകൂടി ആ ഭിക്ഷക്കാരൻ്റെ പിറകെ പോയി എന്നും അത് കണ്ടപ്പോൾ ദേഷ്യം വന്ന അവരുടെ പിതാവ് അവരെ ശപിച്ചു എന്നും അതിൻ്റെ ഫലമായി അവർ പിന്നീട് പല യോനികളിലായി പിറന്ന് ഒടുവിൽ നരകാസുരന്റെ ബന്ധനാലയത്തിൽ അകപ്പെട്ടു എന്നും ഒരു കഥയും പറയുന്നുണ്ട്. ഈ കാരണത്താലാണ് കൃഷ്ണൻ അവരെ പരിഗ്രഹിക്കുവാൻ ഇടയായത് എന്നാണ് ഭാഗവതം പറയുന്നത്. അതായത് ഭഗവാൻ അറിയാം എപ്പോൾ എന്ത് ആർക്കു നൽകണം എന്നുള്ളത്. ഭഗവാന്റെ ആ ഭക്തവാത്സല്യമാണ് നമ്മൾ ഈ കഥകളിലൂടെ എപ്പോഴും കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ക്ഷമയോടുകൂടി ഇരുന്ന് ഭഗവാനെ സ്നേഹിച്ചു കൊള്ളുക. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു തവണ കൂടി ഈ കഥ കേൾക്കുകയും ഭഗവാൻ ഭാമയും ഒരുമിച്ചിട്ടുള്ള ആ ദേവലോക സന്ദർശനമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. കൃഷ്ണനും ഭാമയും അതിഥിയെ കാണുന്നതും കുണ്ഡലങ്ങൾ തിരിച്ചു നൽകുന്നതും ഇന്ദ്രനെ കണ്ട് വെൺകൊറ്റക്കൊട തിരിച്ചു കൊടുക്കുന്നതും സുന്ദരിമാരെല്ലാവരും ദേവസുന്ദരിമാരെല്ലാവരും ഭാമയുടെ സൗന്ദര്യത്തിൽ അതിശയിക്കുന്നതും അവരെ അനുഗ്രഹിക്കുന്നതും പിന്നീട് തിരിച്ചു പോകുന്ന വഴി ഭാമ തൻ്റെ ആഗ്രഹം പറയുന്നതും കൃഷ്ണൻ ആ പാരിജാതത്തിൻ്റെ കൊമ്പൊടിച്ച് ഭാമയ്ക്ക് കൊടുക്കുന്നതും അത് കണ്ട് ഇന്ദ്രൻ യുദ്ധത്തിന് വരുന്നതും ഇന്ദ്രനെ പരാജയപ്പെടുത്തുന്നതും തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് ഭാമയുടെ അന്തഃപുര മണിമാളികയുടെ സമീപത്ത് കൃഷ്ണൻ തന്നെ ആ പാരിജാത ചെടി നട്ടുകൊടുക്കുന്നതും പിന്നീട് 16,000 കന്യകമാരെ പരിഗ്രഹിക്കുന്നതും അവർക്ക് 16,000 മാളികകൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവരണം. എങ്ങനെയാണ് ഈ 16,000 പെൺകുട്ടികൾ കൃഷ്ണന്റെ ഭാര്യമാരായി തീർന്നത് എന്നുള്ള ആ ഭാഗവും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാളെ അതിമനോഹരമായ മറ്റൊരു ഭാഗമാണ് നമ്മൾ പറയുന്നത്. രുക്മിണി ദേവിയുടെയും കൃഷ്ണന്റെയും പുത്രൻ, ആ പുത്രനെ രുക്മിണിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ആ പുത്രന്റെ തുടർന്നുള്ള ജീവിതം, ആ ജീവിതമാണ് നാളെ നമ്മൾ പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ഭഗവാന്റെ ജീവിതത്തിലെ
ഒരു വലിയ സംഭവമാണ് നാളെ നടക്കാനായിട്ട് പോകുന്നത്. അതിനായി എല്ലാവരും കാത്തിരിക്കണം. പ്രാർത്ഥിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, മാധവത്തിൻ്റെ കൂടെ എന്നും ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുക. ഹരേ കൃഷ്ണ.